സുദർശന ചക്രം. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തിന് സുരക്ഷാ കവചമൊരുക്കിയത് S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ബുധനാഴ്ച രാത്രി ജമ്മു കാശ്മീരിലും പഞ്ചാബിലുമായി 15 നഗരങ്ങളിലാണ് ഇന്ത്യയുടെ സുദർശന ചക്രം പ്രതിരോധിച്ചത്. റഷ്യയിൽ നിന്ന് അടുത്തിടെ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400 യുദ്ധവിമാനങ്ങൾ. ബലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും തുടങ്ങി ആകാശത്തു നിന്നുള്ള ഏതു ഭീഷണിയും ചെറുക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. 400യുടെ 5 യൂണിറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യയുടെ കരാർ റഷ്യയുമായി. ഇതിനകം 3 കൈമാറിക്കഴിഞ്ഞു. പാക് അതിർത്തിയുടെ കവചമായി സ്ഥാപിച്ച യൂണിറ്റ് സംഘർഷം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നലെ ഇന്ത്യയെ കാത്തത്. ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ലുധിയാന, പൂജ തുടങ്ങിയ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടെത്തിയ പാക് ഡ്രോണുകളെയും മിസൈലുകളെയുമെല്ലാം ആകാശത്തിൽ തന്നെ കത്തി അമർന്നു. ആദ്യം ചൈനയ്ക്കും ബെലാറസിനും പിന്നീട് തുർക്കിക്കും ഇന്ത്യയ്ക്കുമാണ് റഷ്യ നൽകിയിട്ടുള്ളത്. S-400 യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി 1-2 രൂപയല്ല ഇന്ത്യ മുടക്കിയത്. 5 യൂണിറ്റിനായി 35,000 കോടി രൂപയാണ് റഷ്യയ്ക്ക് കൈമാറിയത്. വേറൊരു പ്രത്യേകതയാണ് അതിവേഗം റഡാറുകളെ കബളിപ്പിച്ച് മുന്നേറാനുള്ളൊരു കഴിവ്. ഒരേ സമയം വേറെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ 360 ഡിഗ്രി ചുറ്റളവിൽ ഒരേ സമയം നിരീക്ഷണം. തൻ്റെ മുന്നിൽ വരുന്ന മിസൈലുകളെ 1000 കിലോമീറ്റർ ദൂരെ നിന്ന് കണ്ട് തകർക്കാനുള്ള ശക്തി. അതേസമയം വ്യത്യസ്തമായ വസ്തുക്കളെ ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനുള്ള കഴിവ്. യൂണിറ്റിൽ 4 വ്യത്യസ്ത മിസൈലുകൾ, റഡാറിനെ മറികടക്കാൻ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളും. ഇവയെല്ലാമാണ് ഇവന്റെ സവിശേഷതകൾ. പുലിയല്ലേ ആള്.